89.6 FM സർഗക്ഷേത്ര. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രഗത്ഭനാണ്. ആക്ച്വലി പല തരത്തിലുള്ള അല്ലെങ്കിൽ പല പ്രൊഫഷൻസിൽ തൻ്റെ ആ ഒരു സാന്നിധ്യം ചെലുത്തിയ അല്ലെങ്കിൽ ആ കഴിവ് തെളിയിച്ച ഒരു കോട്ടയംകാരനെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയുന്ന ഡോക്ടർ സജീവ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. പറയുകയാണെങ്കിൽ അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ മേഖലകളിൽ വേൾഡ് ബുക്ക് റെക്കോർഡ് അവാർഡ് ജേതാവാണ്, മൈൻഡ് കോച്ചാണ്, മോട്ടിവേറ്ററാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെയുള്ളത് ഒരു ഇമ്മിടി ബെല്ലൊരാളല്ല, ഒരു ചില്ലറക്കാരനല്ല എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ സാർ, നമ്മളപ്പോൾ എന്തായാലും ഒരുപാട് സാറിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, സാറിൻ്റെ ഫോട്ടോസ് കുറേ കണ്ടിട്ടുണ്ട്. അപ്പം സാറിനെ ഇവിടെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ആക്ച്വലി ഇപ്പം ഹിപ്നോട്ടിസം, മെൻ്റലിസം, അതുപോലെ തന്നെ ജേർണലിസ്റ്റാണ്, 24 വർഷത്തെ പത്രപ്രവർത്തനം തുടങ്ങി നിരവധി മേഖലകളിൽ സാറിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത്, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സജീവ് പള്ളത്ത് എന്ന വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം എന്താണ് എന്ന് നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ഇമ്മിഡിബിൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷകരമായത് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആയുഷ്മാൻ ഭാരത് അവാർഡ് ലഭിച്ചതാണ്. അപ്പോൾ അത് ഈ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനമാണ് അതിനകത്ത് വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യരംഗത്ത് ഒരു ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റലിസ്റ്റ് ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യുന്നു എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ മൈൻഡ് കോച്ച് എന്ന നിലയ്ക്കാണ് അത് പരിഗണിക്കപ്പെട്ടത്. കാരണം നിരവധി പ്രശ്നങ്ങളുള്ളവരുണ്ട്, മാനസിക സംഘർഷങ്ങളുള്ളവരുണ്ട്, ജീവിതത്തിൽ പരാജയം നേരിടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ബോധവൽക്കരണം, ഒരു അവയർനെസ് ക്ലാസ്, അങ്ങനെ സ്കൂളുകളിലും കോളേജുകളിലും വിവിധ സംഘടനകളിലുമൊക്കെ നമ്മൾ പല പ്രായത്തിലുള്ളവർക്ക് ഒരു മൈൻഡ് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത് വെച്ചാൽ ശരിക്കും മാനസികാരോഗ്യത്തിലൂടെ അവരുടെ ശാരീരികാരോഗ്യവും മെച്ചപ്പെടുത്താം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ആ രീതിയിൽ ക്ലാസ്സുകൾ നടന്നത്. അപ്പോൾ അതിൻ്റെത്തെ നേട്ടങ്ങളാണ് ശരിക്കും അത് ആയുഷ്മാൻ ഭാരത് എന്ന ആ അവാർഡിൽ പരിഗണിക്കപ്പെട്ടത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വിശേഷം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് സാർ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സജീവ് പള്ളത്ത്. സാറിനോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് 24 മണിക്കൂറിൽ ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്, ആൻഡ് ദിസ് ഈസ് ഇമ്മിണി ബെല്ലൊരാൾ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്, മൈൻഡ് കോച്ചാണ്. അതുപോലെ തന്നെ ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ മേഖലകളിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ജേതാവ്, നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ സജീവ് സാർ. ഇപ്പം നമ്മൾ ചോദിച്ചല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, സാറിൻ്റെ ഈ ഒരു സമയം എങ്ങനെയാണ് ഈ സമയം എല്ലാം കൂടെ സാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും, 24 മണിക്കൂർ പോരെ, ഇനിയും സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആലോചിച്ച് പോക്കാം. ആ സമയത്താണ് സാറിൻ്റെ മറ്റു ജോലികൾ, ഇപ്പം ജേർണലിസം ആയിക്കോട്ടെ, ഹിപ്നോട്ടിസം ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അപ്ഡേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രാറ്റജിയോ എന്തെങ്കിലും ടിപ്സോ എല്ലാം സാറ് ഫോളോ ചെയ്യാറുണ്ടോ? ഇത് നമ്മൾ ഈ സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് പൊതുവെ ഒരു നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ തന്നെ ഒരു ഒഴിവ് കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് സമയം എന്തിനും ഏതിനും സമയം കണ്ടെത്താനാവും. നമുക്ക് അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൽ സമയം കണ്ടെത്തും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നതെന്തും ഇപ്പോൾ ആസ്വദിച്ച് ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്നതെന്തും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം അതിലുണ്ട്. ഇനിയിപ്പോൾ ഒരു പുതിയൊരു കാര്യം കൂടെ പഠിക്കണമെന്നെങ്കിൽ അതിനും എനിക്ക് ഇതിനുള്ളിൽ നിന്ന് തന്നെ ഈ 24 മണിക്കൂറിനുള്ളിൽ നിന്ന് തന്നെ എനിക്ക് സമയം കണ്ടെത്താനാവും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു 4:45 5 മണിക്ക് എണീൽക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ 7 മണിക്ക് അല്ലെങ്കിൽ 7 മണിയോട് കൂടി ഞാൻ ഓഫീസിലേക്ക് പുറപ്പെടും. ഓഫീസിൽ വെച്ചാൽ ഞാൻ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഒരു ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് 7 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ബസ്സിലിരിക്കുമ്പോൾ ബസ് യാത്രയാണ്. ബസ്സിൽ എനിക്കൊരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ആ സമയത്ത് എനിക്ക് വായിക്കാനുള്ള അത്യാവശ്യം ഞാൻ വായിക്കുന്നു. നമുക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നോട്ട്സ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ അത് വായിക്കുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല പുതിയ പഠനങ്ങളുണ്ട്, ക്ലാസ്സുകൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ പങ്കെടുക്കുന്നുണ്ടാവാം.
അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്സ് ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ കേട്ട് യാത്ര ചെയ്യുകയാവാം. അപ്പോൾ അത് അങ്ങനെ വായിച്ചോ അല്ലെങ്കിൽ കേട്ടോ ആ സമയം ഞാൻ പഠനത്തിലായിരിക്കും. പിന്നെ അതിനുശേഷം പിന്നെ ഈ ഓഫീസ് വർക്കുന്ന സമയത്ത് നമ്മൾ പരിപൂർണമായും ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ നമ്മൾ ആ ഒരു റോൾ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു 5:30 ഞാൻ പത്ര ഓഫീസിലെത്തിയാൽ പിന്നെ ഞാൻ ആ ജേർണലിസത്തിൻ്റെ ലോകത്താണ്. അപ്പോൾ എനിക്ക് ഒരു 10 മണി വരെ, വൈകിട്ട് 5 മണി തൊട്ട് 10 മണി വരെ ഞാൻ ആ ഒരു റോളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ എഴുതാനുള്ളത് എഴുതുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു, അത് നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് എത്തിക്കേണ്ട രീതിയിൽ നമ്മൾ ആ ഒരു നിശ്ചിത സോഫ്റ്റ്വെയറിലൂടെ അത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലും ആസ്വദിക്കുകയാണ്. കാരണം അതുപോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, ഏത് മേഖലയിൽ നിൽക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുക, അതാണ് ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. പിന്നെ ഈ 10 മണിക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പോലും 1 മണിക്കൂർ കൂടിയെങ്കിലും വായനയ്ക്ക് വേണ്ടിയിട്ട്, അത് ആ വായന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പ്രചോദിപ്പിച്ച് നിർത്താൻ, അത് എത്ര നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ പോലും ആ പോസിറ്റിവിറ്റി നിലനിർത്തണമെങ്കിൽ നമ്മൾ വീണ്ടും 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 പുതിയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. അത് ഉൾക്കൊള്ളാനായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താനും മറ്റൊരാളിലേക്ക് ആ പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാനും ആവുകയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ അധ്യാപന രംഗത്തുണ്ട്, അത് ഇപ്പോഴും അധ്യാപന രംഗത്തുണ്ട്. അതുപോലെ ഞാൻ ആദ്യം എൻ്റെ പ്രൊഫഷണലി അല്ലെങ്കിൽ എൻ്റെ ഈ ജോലി തുടങ്ങുന്നതിന് ഞാൻ ഒരു അധ്യാപകനായിട്ടാണ്. അധ്യാപനം എന്ന് വെച്ചാൽ പാരലൽ കോളേജുകളിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് കുട്ടികളുടെ അവരുടെ ഒരു മനോനില എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതേ കുട്ടികളെ അതുപോലെ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് അവരുടെ മാനസിക നില എന്താവുമെന്ന് എനിക്ക് കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ളതിനാൽ അവർക്ക് ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടി വരും എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ സൈക്കോളജിയുടെ ആ ഒരു തലത്തിലേക്ക് ഞാൻ പഠനം തിരിച്ചുവിട്ടത്. ഈ അഡോളസന്റ് സൈക്കോളജി പോലുള്ള ഇതിലേക്ക് പഠനം തിരിച്ചുവിട്ടു. ഓക്കെ. അപ്പം എന്തായാലും സാറ് ഒരുപാട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണം. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് നേടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കേട്ടറിയണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടറിയാം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, രാവിലെ ഒരു നേരം കിട്ടുന്നു, ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രയിലാകുന്ന സമയത്ത് അത് പഠിക്കാനായിട്ട്, ഇപ്പം കേൾവിയിലൂടെയും അല്ലെങ്കിൽ വായനയിലൂടെയുമുള്ള പഠനം, അതിനുശേഷം ഓഫീസിലെ വർക്ക്, അതിനുശേഷം വീണ്ടും എഗെയിൻ ജോലി തന്നെയാണ് ചെയ്യുന്നത്. 5 മണി മുതൽ 10 മണി വരെ പത്രപ്രവർത്തനം, എഴുത്ത്, വായന, അതിനുശേഷം വീണ്ടും സമയം കിട്ടുമ്പോൾ വായന. അങ്ങനെ മൊത്തത്തിൽ വായനയിലൂടെയുള്ള ഒരു വളർച്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഡോക്ടർ സജീവ് പള്ളത്ത് സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം, അറിയണം ഇമ്മിണി ബെല്ലിരാളിലൂടെ. കൂടെയുള്ളത് ജോവാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബെല്ലിരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അറിഞ്ഞതല്ല സജീവ് പള്ളത്ത് എന്ന സത്യം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഉള്ളറകളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവാർഡ് നേടി അല്ലെങ്കിൽ ഇടം പിടിച്ച ഒരു വ്യക്തി, ഹിപ്നോട്ടിസത്തിലും മെന്റലിസത്തിലും ഇടം പിടിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ നമ്മെ പറഞ്ഞ് അവസാനിപ്പിച്ചത് സാറിൻ്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ സമയങ്ങളിലാണ് കൂടുതൽ പഠിക്കാനായിട്ടാണ് സാറ് കൂടുതലും ശ്രമിക്കുന്നത്. സോ ഇപ്പം സാറ് പഠിച്ചിട്ടുള്ള മേഖലകൾ നോക്കുകയാണെങ്കിൽ TA സൈക്കോളജി, അഡോളസെന്റ് സൈക്കോളജി, എക്സാം സൈക്കോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ സാറ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക, അറിയുക എന്ന് തുടങ്ങിയ ആ ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഈ ഒരു ആഗ്രഹത്തെയൊക്കെ എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത്? അതായത് എപ്പോഴൊക്കെയാണ് സമയം കണ്ടെത്തിയത്? ഏതൊക്കെ പ്രായത്തിലാണ് ഈ കോഴ്സുകളൊക്കെ കവർ ചെയ്തത്? സൈക്കോളജി എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമായിരുന്നു. അക്കാദമിക്കലി ഞാൻ ഒരു സൈക്കോളജി വിദ്യാർത്ഥി ആയിരുന്നില്ല. എൻ്റെ വിഷയം കൊമേഴ്സ് ആയിരുന്നു. ആ കൊമേഴ്സ് പഠനകാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ സൈക്കോളജി താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ അത്തരം പുസ്തകങ്ങൾ, അക്കാദമിക് പുസ്തകങ്ങൾ തന്നെ സ്വയം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് ലൈബ്രറിയനായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ധാരാളം പുസ്തകങ്ങൾ, അപ്പോൾ അവിടെ നമുക്ക് ഇത്തരം വിഷയങ്ങളെ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. പിന്നീട് ഞാനത് നമ്മൾ അത്തരം പുസ്തകങ്ങൾ സ്വന്തമായി, കാരണം നമ്മുടെ റെഫർ ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും അത് കൈവശം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അത്തരം പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ആ സെലക്ട് ചെയ്യുമ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആധുനിക സൈക്കോളജി, അതായത് മനഃശാസ്ത്രം എന്നതിനപ്പുറം അതിനൊപ്പം തന്നെ തത്വചിന്താ പുസ്തകങ്ങൾ, തത്വചിന്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാരതീയ വേദേതിഹാസങ്ങൾ വരാം. അപ്പോൾ അതിലൊക്കെ മനസ്സിന് വേണ്ട വളം നൽകുന്ന അല്ലെങ്കിൽ ചിന്തകൾ ഇതിൻ്റെ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഭാരതീയ തത്വചിന്ത പുസ്തകങ്ങൾ മാത്രമല്ല,
ഏത് മതഗ്രന്ഥം എടുത്താലും അതിലെ കുറേ നമുക്ക് അനാവശ്യമെന്ന് തോന്നാവുന്ന പോർഷങ്ങൾ മാറ്റി നിർത്തുക. അപ്പോൾ നമുക്ക് ഭക്തി എന്നുള്ള ഭാഗം മാറ്റി നിർത്തിയാൽ അതിനകത്തെല്ലാം ചിന്തകളുണ്ട്. ആ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ തൻ്റെ ജീവിതാന്ത്യം വരെ എങ്ങനെ മാനസികാരോഗ്യത്തോടു കൂടി ജീവിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ ഭൗതികമായതോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായതോ ആയ ഉയർച്ച, നേട്ടം, ഇതിനെല്ലാം വേണ്ട സത്തുക്കൾ ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ബൈബിൾ എടുത്താലും ഖുറാൻ എടുത്താലും അതുപോലെ നമുക്ക് ഭാഗവതം, അത് ഭാഗവതത്തിൻ്റെ തന്നെ ഭാഗമായ അല്ല മഹാഭാരതം, പിന്നെ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീത, ഇതിലെല്ലാം പ്രത്യേകിച്ച് ഭഗവത്ഗീത എന്ന് പറയുന്നത് തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു കടൽ തന്നെയാണ്. അപ്പം അതിനകത്ത് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ശരിക്കും ഏതൊരു ആധുനിക മനഃശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ് നമുക്കത് തരുന്നത്. അപ്പോൾ പിന്നീട് ആധുനിക മനഃശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അക്കാദമിക് തലത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള വിശേഷണത്തിന് അർഹനല്ല. ശരിക്കും ഒരു ഓം റാം മിഖായൽ ഐവനോവ് എന്ന് പറഞ്ഞ ഒരു ആചാര്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ പ്രഭാവങ്ങൾ എന്ന ഒരേ ഒരു പ്രഭാഷണ പരമ്പര മാത്രം മതി ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത്തരം ചില പുസ്തകങ്ങളുണ്ട്. ആ ചില പുസ്തകങ്ങളായിരിക്കും നമ്മളെ മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ ചിന്തയുടെ പ്രഭാവങ്ങൾ, ഓം റാം മിഖായൽ ഐവനോവിൻ്റെ ചിന്തയുടെ പ്രഭാവങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് തന്നെയുണ്ട്. ഇതെല്ലാം വായിച്ച് പിന്നീട് ശരിക്കും സൈക്കോളജിയുടെ മറ്റ് തലങ്ങളിലേക്ക് കൂടെ പഠനം കടന്നപ്പോഴാണ് എനിക്കതൊരു കോഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നതും. അങ്ങനെ ഞാനത് ഇത് പഠിക്കുന്ന സമയത്തായിരുന്നു അതോ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു? വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്തു, വായിച്ച സമയങ്ങൾ. അല്ല, അതിന് ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ കൊമേഴ്സ് ആയിരുന്നതുകൊണ്ട് ഞാൻ അക്കൗണ്ടിങ് മേഖലയിൽ പോയി. ഈ സമയത്തെല്ലാം ഇത്തരം വായന പഠനം ഇങ്ങനെ തുടരുകയാണ്. അപ്പം ശരിക്കും ഞാനൊരു ഈ സ്ഥാപനങ്ങളിലെ സെയിൽ ടാക്സ് കണക്കുകൾ ചെയ്യുന്ന അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്തും ഇത് തുടർന്നു. അതിനിടയിൽ ഞാൻ 2000 ജേർണലിസ്റ്റായിട്ട് ആ രംഗത്തേക്ക് വരുന്നു. അപ്പോഴും ഈ വായനാ പഠനം ഇങ്ങനെ അനൗദ്യോഗികമായിട്ടുള്ള പഠനം ഇങ്ങനെ തുടരുകയാണ്. അതിനുശേഷം ശരിക്കും ഈ മെൻ്റലിസത്തിലേക്ക് അല്ലെങ്കിൽ ഹിപ്നോട്ടിസിലേക്കൊക്കെ വന്ന ഒരു തുടക്കം എന്ന് പറയുന്നത് 2019 ആ 2019 ശേഷമാണ് എനിക്ക് സൈക്കോളജിയിൽ നമ്മൾ ആധികാരികമായ പഠനം വേണമെന്നൊരു തോന്നലുണ്ടായിട്ട് പിന്നെ TS സൈക്കോളജി, അതായത് ട്രാൻസാക്ഷണൽ അനലൈസിസ് സൈക്കോളജി, അതായത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ആ ഒരു നിർവചനമാണ്. അതായത് ഒരു എങ്ങനെ ആ ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് എങ്ങനെയൊക്കെ ആവണം നമ്മളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ആവണം നമ്മുടെ മനഃശാസ്ത്രപരമായ സമീപനം. ആ സമീപനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിലെ പാളിച്ചകൾ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ അത് ഏറെ പ്രയോജനപ്രദമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം തോന്നിയുകൊണ്ടാണ് അഡോളസെൻറ്റ് സൈക്കോളജി, അതായത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കുക. പിന്നീട് അപ്പോൾ അതോടൊപ്പം തന്നെ വരുന്നത് എക്സാം സൈക്കോളജി. കാരണം പരീക്ഷാ സംബന്ധമായ ആകുലതകൾ ഉള്ളവരാണ് ഒരു 80% കുട്ടികളും. പ്രത്യേകിച്ച് നമ്മളുടെ പേരൻസ് അവർക്ക് കൊടുക്കുന്ന സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് ഈ കുട്ടികൾ ഇതിൽ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അവർ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, മാതാപിതാക്കൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, അവർക്കെന്ത് നേടണം എന്നുള്ളതാണ് ഈ കുട്ടികളിലൂടെ സാധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു പ്രഷറിലാകും ഈ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് എക്സാം സൈക്കോളജി എന്ന ഒരു ശാഖ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അതൊരു പൂർണ്ണത എത്തിയ ശാഖയായിട്ട്. കാരണം ഇപ്പോഴും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ കാലത്തും സമ്മർദ്ദങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തുണ്ടായിരുന്ന ഇപ്പം ഞാൻ പഠിച്ച കാലത്തുണ്ടായിരുന്ന സമ്മർദ്ദമല്ല ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിലും നവീകരണം ആവശ്യമാണ്. ഇപ്പോഴും എക്സാം സൈക്കോളജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് കാലങ്ങളോളം തുടരാൻ പറ്റിയ ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു നമുക്കൊരു മേഖലയാൽ കിട്ടുന്നില്ല. ഇനിയും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഏത് മനഃശാസ്ത്ര മേഖലയായാലും നമ്മളത് കൂടുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ തീരൂ. അങ്ങനെ നമ്മളെപ്പോഴും നവീകരണം നമുക്കും ആവശ്യമാണ് ക്ലാസ്സുകൾ നയിക്കുമ്പോൾ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇങ്ങനെ അതിശയിച്ചു പോയി. കാരണം സാറ് 2000 ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. 25 വർഷമായിട്ട് ജേർണലിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അക്കൗണ്ടൻ്റ് ആണ്, ലൈബ്രറിയനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പല മേഖലകളിലുള്ള പല എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം ഈ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഡോക്ടർ സജീവ് പള്ളത്തിനെ സഹായിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാളിലൂടെ. കൂടെ ഉള്ളത് ജോ ആണ്.
പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം, അറിയാം കൂടുതൽ കാര്യങ്ങൾ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബെല്ലൊരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഡോക്ടർ സജീവ് പള്ളത്ത് സാറ്. ഞാൻ അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം സാറ് സഞ്ചരിച്ച വഴികൾ എന്തൊക്കെയാണ്, സാറിന്റെ ചിന്തകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആൻഡ് നമ്മുടെ മനുഷ്യ മനസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ മേഖലകളിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി, കോട്ടയംകാർക്ക് അഭിമാനമായിട്ട് നിൽക്കുന്ന സജീവ് സാറിനോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പം സാർ നമ്മൾ നേരെ ആ ഒരു റെക്കോർഡ് നേടിയ ഒരു മൊമെന്റിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ വായിച്ച് അറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അച്യുതസ് നായർ മോനോടൊപ്പം ഉള്ള ഒരു പെർഫോമൻസിലാണ് സാറിന് ഈ ഒരു അവാർഡ് കിട്ടിയത് എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടു. അപ്പം ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റ്, അതൊക്കെ ഒന്ന് പങ്കുവെക്കാവോ? ഇപ്പോൾ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നിലവിൽ ആരെങ്കിലും ചെയ്തു വെച്ച ഒരു നേട്ടം കാണും, അതിനെ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളതിന് നിരന്തര പരിശീലനം വേണം. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ഇവൻറ്റ് ഞാൻ കൊച്ചിയിൽ 2024 ഈ വേൾഡ് വൈഡ് ബുക്ക് ഓഫിൻ്റെ 2 റെക്കോർഡ് ഇവൻറ്റിൽ പങ്കെടുത്തു, 2 തവണ. അതിൽ ആദ്യത്തേത് ആ ഒരു അച്ഛൻ മകൻ കാറ്റഗറിയിൽ, അതായത് ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പല കാറ്റഗറി ഉണ്ട്. സിംഗിളായിട്ട് മത്സരിക്കാൻ നിലവിലുള്ള റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാം, അതിങ്ങനെ ഭാര്യയും ഭർത്താവും കപ്പിൾസിൻ്റെ നിലവിലുള്ള റെക്കോർഡുകളുണ്ട്, പിന്നെ അച്ഛനും മകൻ എന്നുള്ള നിലവിലുള്ള റെക്കോർഡുകളുണ്ട്. അപ്പം ആ ഒരു ഇപ്പം എനിക്ക് തോന്നി അച്ഛനും മകനും ആ ഒരു എടുക്കുക. അപ്പം മോനെയും കൂടെ ആ രീതിയിൽ പരിശീലിപ്പിച്ച് ഒരൈറ്റത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിരന്തര പരിശീലനത്തിലൂടെ അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ചെന്നുള്ള ആ പെയർ ആ നിലവിൽ റെക്കോർഡ് ഏതാണോ നിൽക്കുന്നത് അതിനേക്കാൾ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ വേഗത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഇനത്തിലേക്ക് അങ്ങനെ ചെയ്താണ് ആ റെക്കോർഡ് വിളിക്കുന്നത്. പക്ഷെ അത് റെക്കോർഡ് കിട്ടിയെന്ന് നമ്മൾ ആ ഇവന്റ് നടക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. കാരണം ഇത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ പല ആംഗിളിൽ, അത് ഡ്രോൺ വരെ വെച്ച് പല ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു മൈതാനത്തെ പല രീതിയിലുള്ള മത്സരങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്ത് പിന്നീടാണ് ഒരു 1-2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ജേതാവാണെന്നുള്ളത് അറിയുന്നത് തന്നെ. ഇത് റെക്കോർഡ് ഷൂട്ട് കഴിഞ്ഞു. അല്ല, നമ്മളവിടെ എന്ത് പെർഫോമൻസ് ആയിരുന്നു? പെർഫോമൻസ് ഞാൻ ടെലികൈനസിസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ മെന്റലിസത്തിന്റെ മറ്റൊരു വകഭേദം തന്നെ പറയാം. ടെലികൈനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടത്തിലൂടെ ഒരു വസ്തു ചലിപ്പിക്കുക. അപ്പം അങ്ങനെ അതൊരു ഇതാണ്. ആ അത്തരത്തിലുള്ളൊരു ഇതിലാണ് പങ്കെടുത്തത്. അപ്പോൾ അതിന് ഞാനും മോനും പങ്കെടുത്തു. അതിനുശേഷം ഇതിൻ്റെ റെക്കോർഡ് നമുക്ക് അറിഞ്ഞുകൂടാ, അത് പിന്നീടാണ് വരുന്നത്. വീണ്ടും 1 മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ ഞാൻ സിംഗിൾ, അപ്പം എനിക്കൊരു ആത്മവിശ്വാസമായി സിംഗിളായിട്ട് മത്സരിച്ചേക്കാം. അപ്പം അങ്ങനെ ഞാൻ സിംഗിളായിട്ട് തന്നെ ഇതേ ഇനത്തിൽ തന്നെ ടെലികൈനസിന് സിംഗിളായിട്ട് തന്നെ ഇതേ ഇനത്തിൽ തന്നെ മത്സരിച്ചു. അപ്പോൾ ഈ 2 റെക്കോർഡും പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടു, 2ലും വന്നു. അതിനുശേഷം പിന്നെ ഇതേ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടി. നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മറ്റു പല റെക്കോർഡുകൾക്കും അപേക്ഷിച്ചപ്പോൾ ഓറിയൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ബ്രില്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇങ്ങനെ ഒരു 3-4 അത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന റെക്കോർഡ് ഈ സംഘാടകരുണ്ട്. അപ്പം ഗവൺമെന്റ് അംഗീകൃത സംഘാടകരുണ്ട്. അപ്പോൾ അവർക്കൂടെ അയച്ചു കൊടുത്തു. ഇതേ വീഡിയോസ് തന്നെ നമുക്ക് കിട്ടിയ വീഡിയോസ് അയച്ചു കൊടുത്തപ്പോൾ ആ റെക്കോർഡുകൾ അങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5-6 റെക്കോർഡ് വേൾഡ് റെക്കോർഡിന്റെ നിലയിൽ തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്ര സെക്കൻഡ് ഇതിനെ ചലിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണോ അത് വരുന്നത്? മുന്നേ ഒരാൾ ചെയ്തിരിക്കുന്നത് ചിലപ്പം ഒരു വസ്തുവിനെ നോട്ടത്തിലൂടെ ചലിപ്പിക്കുന്നത് ചിലപ്പം 1 മിനിറ്റ് കൊണ്ടാണെങ്കിൽ നമ്മൾ ആ 1 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് അതിനെ ചലിപ്പിക്കണം. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ റെക്കോർഡ് ജേതാവാകുന്നത്. ഓക്കെ. അപ്പം സാറപ്പം എത്ര മിനിറ്റ് ആയിരുന്നു എടുത്തിട്ടുള്ളത്? ഞാൻ എടുത്തത് 3 മിനിറ്റിന് മുകളിൽ വന്നിട്ടുണ്ട്. കാരണം അതിനു മുമ്പുള്ള 4 മിനിറ്റ് ആയിരുന്നു. അപ്പം 3:36 അങ്ങനെ എന്തോ ഒരു ടൈം ആയിരുന്നു എനിക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുമല്ലേ? കാരണം നമ്മളെ സിനിമയിലൊക്കെ ഇങ്ങനെ ചുമ്മാ അല്ലെങ്കിൽ വേറെ ഷോർട്സിലോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോക്കി ചലിപ്പിക്കുന്നതൊക്കെ. നമ്മൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ആയിരിക്കും അത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിങ്ങനെ നേരിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു 3 മിനിറ്റ് 36 സെക്കൻഡ് അല്ലെ, ആ ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു വസ്തു ചലിപ്പിച്ചത്. എനിവേ യെസ്, അങ്ങനെ നമ്മളൊരു വേൾഡ് റെക്കോർഡ് അവാർഡൊക്കെ ജേതാവ് നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മെന്റലിസ്റ്റ് വരുന്നു എന്ന് പറയുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയാണ്. കാരണം അവർക്ക് മനുഷ്യ മനസ്സിനെ അറിയാമല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു
ടെൻഷനും ഒക്കെ ഉണ്ടോ? പക്ഷെ സാറോട് സംസാരിക്കുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ നിങ്ങളിപ്പോൾ ഇതെല്ലാം ചിന്തിച്ചേ കൈൻഡ് ഓഫ് തോട്ട്സ് ഒന്നും ഇപ്പോൾ ഇതുവരെ വന്നില്ല. ഇനി എന്താണെന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബെല്ലിറാളാണ് നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് മാത്രമല്ല, നിരവധി അനവധി വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൂടെ ഇന്ന് ഉള്ള സ്പെഷ്യൽ ഗസ്റ്റാണ് സജീവ് സർ. അതുപോലെ തന്നെ 25 വർഷത്തോളമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്നുണ്ട്. തൻ്റെതായിട്ടുള്ള കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു ഫാക്കൽറ്റിയാണ്. അങ്ങനെ പല 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 പ്രൊഫഷൻസിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. സാറിൻ്റെ ഈ ഒരു ഹിപ്നോട്ടിസം മെൻ്റലിസം ഷോസ് ഉണ്ട്. സാറ് പല കോളേജസിലും സ്കൂൾസിലും അതുപോലെ തന്നെ പല സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അവിടെയെല്ലാം സാറ് പറയുന്നത് അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള ഒരു മോട്ടോയാണ് ടീച്ച് ദ മൈൻഡ് എന്നുള്ള മോട്ടോ. അപ്പം ഈ ഒരു മോട്ടോയുടെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഈ ഒരു മോട്ടോ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടീച്ച് ദ മൈൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനെയാണ് ആദ്യമേ പഠിപ്പിക്കേണ്ടത്. മനസ്സിനെ നമ്മൾ പഠിപ്പിക്കാനായാൽ അതിന് നേർവഴി പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാനാവുമെന്നുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ മനസ്സിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ആകപ്പാടെ കലുഷിതമായ മനസ്സാണ് ഓരോരുത്തർക്കും. ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് പുരുഷന്മാരാണെങ്കിൽ 60,000-ലേറെ ചിന്തകളാണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ ആ ചിന്തകളുടെ എണ്ണം അതിലും കൂടുതലായിരിക്കും. ഏതാണ്ട് 75,000 ചിന്തകളെങ്കിലും ഒരു ദിവസം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ചിന്തകൾ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് എത്രമാത്രം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മനസ്സിൽ. അതായത് അങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ലത്. കാരണം ആ സമയത്ത് നമ്മളുടെ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ചിന്തകളാവും. ആ ചിന്തകൾ മുഴുവൻ സംസാരത്തിലൂടെയാണ്. നമ്മൾ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് ശബ്ദം പുറത്ത് വരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ നമ്മളെ ഒരാൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനാ ചെയ്തത് ശരിയായില്ല, അത് അവളാ എന്നോട് ആ ചെയ്തത് ശരിയായില്ല, അല്ലെ അവളോട് ഞാൻ മറിച്ച് ഇങ്ങനെ കൂടെ പറയേണ്ടതായിരുന്നു, അവനോട് ഞാൻ അങ്ങനെ അത്രയും പോരാ, ഞാൻ കുറച്ചുകൂടെ സംസാരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്നോട് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ നമുക്ക് പിന്നാലെ വന്ന ഒരാൾ നമ്മളെ ഹറാസ് ചെയ്തു, അപ്പം ഞാനത് വെറുതെ ഇരുന്നത് ശരിയായില്ല, അയാൾ എന്തെങ്കിലുമൊക്കെ പറയണം, ഇങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചിന്തകൾ എന്ന് പറഞ്ഞാൽ 60,000, 65,000, 70,000 ചിന്തകൾ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമ്മളുടെ മാനസിക നിലയെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളിൽ ആ 60,000 ചിന്തകളുടെ സ്ഥാനത്ത് ഒരു 5,000 പോസിറ്റീവ് ചിന്തകളെങ്കിലും നമുക്ക് അവിടേക്ക് വയ്ക്കാനായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് ഈ ചിലർ പ്രാർത്ഥനാ രൂപത്തിൽ, പ്രാർത്ഥനയുടെയൊക്കെ മനഃശാസ്ത്രം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മോശം ചിന്തകൾ മാറ്റി നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ അഫർമേഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ദുഷിച്ച സംസാരം നമ്മുടെ മനസ്സിൽ നടക്കുന്നതിനെ നമുക്ക് മറികടക്കാനായിട്ട് വെറും നമുക്ക് വേണമെങ്കിൽ 2 വാക്കുകൾ നമ്മളങ്ങ് കൊടുത്താൽ മതി. അതായത് സക്സസ്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത് സക്സസ് ആണ്. അപ്പം വെറുതെ നമ്മൾ ഇരുന്ന് ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ സക്സസ് എന്നുള്ള ആ വാക്ക് നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് ഒരു 10-15 തവണ, അല്ലെങ്കിൽ എന്തിനാ വെറുതെ മറ്റു വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് സക്സസ് 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 നമുക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്ത് വരണ്ട, നമുക്ക് മനസ്സിൽ സംസാരിക്കാമല്ലോ. അതുപോലെ ഇപ്പോൾ ഹെൽത്ത് വേണ്ട, ഇപ്പോൾ ഹെൽത്താണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഹെൽത്ത് എന്ന ഒറ്റ വാക്ക് മതി. നമുക്ക് ഹെൽത്ത് നന്നാവണമെന്നൊന്നും പറയാൻ വേണ്ട. സക്സസ്, ഹെൽത്ത്, വെൽത്ത്, ഇങ്ങനെയുള്ള സിംഗിൾ വാക്കുകൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പരിവർത്തനം നമ്മുടെ മനസ്സിലുണ്ടായി. ഇപ്പം ഹെൽത്ത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് തൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള വഴികൾ മനസ്സ് സ്വയം കണ്ടെത്തും എന്നുള്ളതാണ് അതിൻ്റെ തിയറി. അപ്പോൾ നമുക്ക് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് സമ്പത്തിലേക്ക് പോകുന്നു. നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തും. കാരണം നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ തന്നെയാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത്, വെൽത്ത്, സക്സസ്, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട സക്സസ് എന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷയാണെങ്കിൽ പരീക്ഷാ വിജയം എന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഏതൊരു പ്രവർത്തന മേഖലയിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു മന്ത്ര തന്നെയാണ് ഇതെല്ലാം. അത് നമുക്ക് വേണമെങ്കിൽ ഫുൾ സെൻറ്റൻസ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെ പ്രാർത്ഥനകളുടെ കാര്യം കൂടെ പറയേണ്ടി വരും. നമ്മളെ പല പ്രാർത്ഥനകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ഇപ്പം ഞാൻ പരീക്ഷയിൽ തോൽക്കരുതേ എന്നൊരു കുട്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അതൊരു നെഗറ്റീവ് പ്രാർത്ഥനയാണ്. അവിടെ തോൽവിയാണ് അപ്പോഴും നമ്മളുടെ മനസ്സിൽ മുമ്പിൽ നിൽക്കുന്നത്.
സത്യത്തിൽ ആ പ്രാർത്ഥന കൊടുക്കേണ്ടത് ഞാൻ പരീക്ഷയിൽ വിജയിക്കണമെന്നാക്കാം. തോൽക്കരുതേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിനപ്പുറം ഞാൻ പരീക്ഷയിൽ വിജയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് തന്നെ ഒരു ബോധ്യപ്പെടലാണത്. ഞാൻ വിജയിക്കണം, അല്ലെങ്കിൽ ഞാൻ വിജയിക്കുന്നു. ഞാൻ വിജയിക്കണം എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഞാൻ വിജയിക്കുന്നു. അതേപോലെ എൻ്റെ ദുരിതം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എനിക്ക് സൗഖ്യമേകണേ. അവിടെയും ദുരിതമാണ് നമ്മളെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ, അതായത് എൻ്റെ കടബാധ്യതകൾ മാറ്റണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ കടമാണോ നിൽക്കുന്നത്, എനിക്ക് സമ്പത്തേകണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഒരു വാക്ക് അവിടെ മാറുമ്പോൾ ആ ചിന്തകൾക്കുണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. അതൊരു വൈബ്രേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആൻറ്റിന പോലെയാണ്. നമ്മൾ ചിന്തകളിലൂടെ എന്താണോ നമ്മളുടെ പുറത്തേക്ക് നമ്മൾ ചിന്തകളിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്നും കടം തന്നെയായിരിക്കും വന്നത്. ഈ കടത്തിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യണമെന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ അയാൾക്ക് ജീവിതത്തിലേക്ക് കടങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് അതിലത്തെ ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ടീച്ച് ദ മൈൻഡ് എന്നുള്ള തിയറി എടുക്കുന്നത്. മനസ്സിനെ ആദ്യം പഠിപ്പിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പം ഈ ഇമ്മിണി വിളരാൾ അടിപൊളിയാണ് അല്ലേ? അപ്പം നമ്മൾ സാറിൻ്റെ ഓരോ വാക്കുകളിലൂടെ നമ്മളത് ആ മന്ത്ര അതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം തുടങ്ങിയത് സാറിപ്പോൾ പറഞ്ഞു. ആദ്യമേ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് തന്നെ ആ ഒരു പോസിറ്റിവിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബിൽ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ സാറിൽ നിന്ന് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വലിയൊരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ സജീവ് പള്ളത്ത്. സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, സാറ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാനായിട്ട്, നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാറ് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ സജീവ് പള്ളത്ത് അദ്ദേഹം വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. മെന്റലിസത്തിലും ഹിപ്നോട്ടിസത്തിലും അതുപോലെ തന്നെ മൈൻഡ് കോച്ചാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇന്ന് ഇമ്മിണി വെള്ളരാളിലുള്ളത്. സാർ, ഇനിയിപ്പം സാറിനോട് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം, സാറ് പല മേഖലകളിൽ ഇപ്പം പറയുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ ഷോസും മൈൻഡ് കോച്ചിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സാറിനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് എന്താണ് എന്നറിയാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാചകക്കാരന് ആ ഒരു ഭക്ഷണം ഏറ്റവും ടേസ്റ്റി ആകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾ അത് ടേസ്റ്റ് ആണ് എന്ന് പറയുമ്പോഴായിരിക്കും അവർക്കൊരു സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യന് അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ട് പുറത്തിറങ്ങി ആളുകൾ അത് ഏറ്റുപാടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലിറിസിസ്റ്റിന് ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം സാറിനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്താണ്? എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക എന്ന് തന്നെ ഒരു സന്തോഷം. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ മനുഷ്യന് വരിക. അതൊരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പലയിടത്ത് പല ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്കാണേലും മറ്റ് യുവജനങ്ങൾക്കാണേലും വയോധികർ ആണേലും നമുക്ക് ടീച്ച് ദ മൈൻഡ് എന്ന ഒരു കൺസെപ്റ്റോട് കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് അവർ കാണുമ്പോൾ എൻ്റെ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി, അന്നത്തെ ആ ക്ലാസ്സിലൂടെ കിട്ടിയ ആ നിർദ്ദേശങ്ങൾ കൊണ്ട് എൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം അവരുടെ ആ ഒരു ജന്മത്ത് അവർക്ക് അതുവരെ കിട്ടാതിരുന്ന ഒരു നേട്ടമെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു വാക്കിലൂടെ അവർക്ക് കിട്ടാനുള്ള പ്രചോദനമായെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് വയോജനങ്ങളുടെ കാര്യം പറയാം. അവരെ സംബന്ധിച്ച് നമ്മൾ വൃദ്ധർ എന്നൊക്കെ പറയുന്നത്, അല്ലെ വയോധികർ എന്ന്, ശരിക്കും പറഞ്ഞാൽ വൃദ്ധർ എന്നുള്ള വാക്ക് തന്നെ അവർക്ക് വളരെ അരോചകമായിരിക്കും. കാരണം അത് അവരെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതിയാണ് അവർക്ക് എല്ലാ കാലത്തും ഉണ്ടാവുക. കാരണം അവരുടെ മുമ്പിൽ വയ്യായികൾ കാണുന്നു. കാരണം വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അവശതയുടെ ഒരു അടയാളമായിട്ടാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൽപ്പിച്ചു കൂട്ടിയിരിക്കുന്നത്. വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ 90-ആം വയസ്സിലൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്നവർ. അവർ വളരെ പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യുക. അവർക്ക് അങ്ങനെ ചെയ്യാനാവുന്നുണ്ടെങ്കിൽ അവരുടെ പോസിറ്റിവിറ്റി കൊണ്ടാണ്. ഭൂരിഭാഗം ആൾക്കാരും ഒരു 60 വയസ്സ്, ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം തന്നെ പറയാം. അതാണ് അതിൻ്റെ ഒരു തിയറി. ഇപ്പം റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്നൊരവസ്ഥ. ഇപ്പം ഒരു സർക്കാർ സ്വകാര്യ മേഖലയിൽ ഒരു വിരമിക്കൽ പ്രായം ഉണ്ടാവും. ആ വിരമിക്കൽ പ്രായത്തിന് ശേഷം, അല്ലെ ആ വിരമിക്കൽ എന്നുള്ള ആ ഇതിന് ശേഷം പെട്ടെന്നാണ് അവർ വയസ്സന്മാരാവുന്നത്.
അല്ലെ വയസ്സാണ്, അവർ പെട്ടെന്ന് പിന്നീട് പ്രായങ്ങൾ. അപ്പോൾ അതുവരെയുള്ള ചിട്ടയായ ജീവിതത്തിൽ നിന്ന് മാറുന്നു. അതുവരെ അവർ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ചുറ്റുപാടും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി പെട്ടെന്നൊരു ഏകാന്തതയിലേക്ക് പോകുന്നു എന്ന്, പിന്നെ എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതത്തിൽ ഇതോടുകൂടി കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു ചിന്ത വരുമ്പോൾ അവർ വല്ലാതെ അങ്ങ് ഡൗൺ ആവുന്നു. പിന്നെ പെട്ടെന്ന് അവർ വയസ്സാവുകയാണ്. അവരുടെ ശരീരത്തിലെ ഓരോ കോശവും അതനുസരിച്ച് തളർന്നുകൊണ്ടിരിക്കും. ആ തളർച്ച അവരെ പെട്ടെന്ന് രോഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഓരോ കോശങ്ങളിലെ ആ ഒരു വിഘടനം സംഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് 11 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ അത് പുതുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചിന്തകൾ ഓരോന്നും ഈ കോശങ്ങളിലും ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നമ്മുടെ ചിന്തകൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോശം ചിന്തകളാണ് കൊടുക്കുന്നതെങ്കിൽ, ദുഃഖങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ, ആ ദുഃഖമാണ് എപ്പോഴും നമ്മുടെ ചിന്തയിലുള്ളതെങ്കിൽ ഈ കോശങ്ങളും അതനുസരിച്ച് തന്നെ അവയെല്ലാം സ്റ്റോർ ചെയ്യുന്നു. അതിങ്ങനെ അടിഞ്ഞുകൂടി പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഇത് 11 മാസം കൂടുമ്പോൾ നമ്മൾ ഈ കോശങ്ങൾ മാറുമെങ്കിൽ അതിലേക്ക് നമുക്ക് എപ്പോഴും പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ പുതിയ കോശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് നിറഞ്ഞ കോശങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രായമാകാതിരിക്കുക എന്ന് വെച്ചാൽ പ്രായമാകാതെ ആൾ മരിക്കാതിരിക്കും എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യുവത്വം നിലനിർത്താനാവും. നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുക, ചില എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ, അവരെ സംബന്ധിച്ച് അവരെ ആസ്വദിച്ചാണ് ആ മേഖലയിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ 80 വയസ്സിലും 90 വയസ്സിലും ഒക്കെ ഇപ്പോഴും വളരെ ആക്റ്റീവായിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പറഞ്ഞാൽ യേശുദാസ്, അദ്ദേഹത്തിൻ്റെ സ്വരം നോക്കൂ, ഇപ്പോഴും യുവത്വമാണ്. അദ്ദേഹം ആ മേഖലയിൽ അത് ആസ്വദിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ കാണും മമ്മൂട്ടിയുടെ കാര്യം നോക്കും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കാര്യം നോക്കും. അവരിപ്പോൾ എത്ര വയസ്സിലാണ് എത്തിയിരിക്കുന്നത്, പക്ഷേ അവരിപ്പോഴും ഒരു യുവാവിനെ പോലെ അവർ ശരീരം മൊത്തം നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു കർമ്മനിരത തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയെപ്പറ്റി അവർക്ക് ചിന്തിക്കുന്നില്ല. അവരെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിരിക്കുകയാണ്. അവരുടെ മനസ്സെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. അവരുടെ ശരീരത്തിലെ കോശങ്ങളും അതനുസരിച്ച് പുതുക്കപ്പെടുന്നു. ആ യുവത്വം അവർക്ക് മനസ്സിനും ശരീരത്തിലും ഒക്കെ നിലനിർത്താനാവുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്തരം റിസൾട്ടുകൾ നമുക്ക് കിട്ടും. എനിക്കത് ഗുണം കിട്ടി, അല്ലെങ്കിൽ എനിക്കെൻ്റെ രോഗഭീതിയിൽ നിന്ന് മാറാനായി. രോഗഭീതിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയട്ടെ, നമ്മളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്ന ഒരു രോഗം ക്യാൻസറാണ്. ഈ ക്യാൻസറിനെ പറ്റിയുള്ള ചിന്ത ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പം ചെറുപ്പക്കാർക്ക് പോലും ഉണ്ടാവാം. ഹൃദയാഘാതം, ക്യാൻസർ, ഈ 2 പ്രശ്നങ്ങളെ പറ്റിയുള്ളൊരു ആശങ്ക പൊതുവെ മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നവർ വളരെയധികം ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ചിന്ത പേറിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ, അത് ആ പ്രോസസ്സ് വർഷങ്ങളോളം തുടരുകയാണെങ്കിൽ മറ്റൊരാൾക്ക് ക്യാൻസർ വരുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഈ ചിന്ത പേറി നടന്നവർക്ക് ഉണ്ടാകും. കാരണം അവരുടെ കോശങ്ങൾ അതനുസരിച്ച് പെരുമാറുകയാണ്. അതിൻ്റെ വളർച്ചയും വിഘടനവും ഒക്കെ നടക്കുന്നത് ഇതനുസരിച്ചാകുമ്പോൾ ചിലപ്പോൾ അവർ മറ്റൊരു കാരണം കൊണ്ട് രോഗിയാവുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഈ ചിന്തകൾ കൊണ്ട് തന്നെ രോഗിയാവാനുള്ള സാധ്യത കൂടുകയാണ് അവർക്ക്. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും നമ്മൾ ആക്റ്റീവായിട്ട് നിലനിർത്തുക നമ്മളെ തന്നെ എന്നുള്ളതാണ് സാർ ഇപ്പം ഓർമ്മിപ്പിച്ചത്. ആൻഡ് ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്തെന്നറിയാവോ, സാറിനെ പറ്റി ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞൊരു വാക്കാണ്, സജീവ് സാർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ, എന്തിനും ഏതിനും ഇങ്ങനെ ചുറുചുറുക്കോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെയും പ്രാവർത്തികമാക്കി കാണിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ സജീവ് സാറിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം, അറിയാം ഇമ്മിണി വെള്ളിരാളരിയുടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബെല്ലിറാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. സാർ, നമ്മൾ ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ മേഖലകളിലൊക്കെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തനം, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പഠന മേഖലകളിൽ പല കോഴ്സുകൾ, TA സൈക്കോളജി, അഡോളസെന്റ് സൈക്കോളജി, എക്സാം സൈക്കോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ കവർ ചെയ്ത വ്യക്തി. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇമ്മിണി വെള്ളിരാളിലുള്ളത്. സാർ, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ മനസ്സിനെ നമ്മൾ തന്നെ പഠിപ്പിക്കുക, അഫർമേഷൻ നമ്മൾ നമ്മുടെ ഓരോ സംസാരത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനിന്ന് തോൽക്കരുതേ എന്നല്ല നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്, ഞാനിന്ന് ജയിക്കണം എന്ന് ആ ഒരു അഫർമേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സാറ് പഠിപ്പിച്ചത്. അപ്പം അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മൾ മനുഷ്യ മനസ്സിനെ എന്തൊക്കെ പറഞ്ഞാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ഇപ്പം സാറ് പറഞ്ഞു അഫർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നല്ല ചിന്തകൾ കൊടുക്കാനാവണം. നമുക്കങ്ങനെ നല്ല ചിന്തകൾ കൊടുക്കാതെ ആവാതെ വന്നു കഴിഞ്ഞാൽ, അവിടെ ദുഷിച്ച ചിന്തകൾ ഇടം പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ
ശാരീരിക ആരോഗ്യത്തെ പോലും ബാധിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ടെൻഷൻ, ആങ്സൈറ്റി, അതുപോലെ ദേഷ്യം, ഇങ്ങനെയുള്ള ഓരോ അവസ്ഥയും നമ്മളുടെ മനസ്സിനെയും കൂടെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മനസ്സിനെ ദുഷിപ്പിക്കുന്നു, ഒപ്പം ശരീരത്തെയും. കാരണം നമ്മളുടെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ പല വ്യതിയാനങ്ങളും സംഭവിക്കുന്നുണ്ട്. രാസവ്യതിയാനങ്ങൾ നമ്മളുടെ തലച്ചോറിൽ, രക്തത്തിൽ ഒക്കെ നമ്മളെ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ സത്യത്തിൽ അയാൾക്ക് ആ ദേഷ്യപ്പെടൽ കേൾക്കുന്നയാളിനേക്കാൾ കൂടുതൽ ദോഷം ദേഷ്യപ്പെടുന്നത് നമുക്കാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ എന്തിനു ദേഷ്യപ്പെടണം? ആ ദേഷ്യപ്പെടുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശരീരത്തിനുമാണ് ദോഷം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പറ്റുമെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ റേസ് ആവേണ്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ പറ്റി കുറ്റം പറയേണ്ട സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സ് ദുഷിക്കുന്നു. ഒപ്പം നമ്മളുടെ മനസ്സിലെ ആ ദുഷിപ്പ് അതേ സമയം തന്നെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഘടനയെയും ബാധിക്കണം. നമ്മുടെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ. ഇത് അതായത് നമുക്ക് ദേഷ്യം ഉള്ള ഒരാൾക്ക് ദേഷ്യത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളുടെ ദഹന വ്യവസ്ഥ ആകെ താളം തെറ്റുകയാണ്. അപ്പം ശരിക്കും നിരന്തരം ഇങ്ങനെ ടെൻഷനോ ദേഷ്യമൊക്കെ ഉള്ള ഒരാൾക്ക് മലബന്ധം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതൊക്കെ അവരുടെ ദഹനത്തെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ദഹന പ്രക്രിയ ബാധിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ധാരാളം രോഗാവസ്ഥകൾ വന്നുപെടാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുതലെന്നുണ്ടെങ്കിൽ എപ്പോഴും അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് അന്വേഷണം. അപ്പോൾ നമ്മൾ മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള വഴികൾ ശരിക്കും പറഞ്ഞാൽ അഫർമേഷൻ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യത്തിൽ നേട്ടമുണ്ടാകണം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ വിജയിക്കണം. അപ്പോൾ ഞാൻ ആ പരീക്ഷയിൽ വിജയിക്കുന്നു എന്ന നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ വർത്തമാനകാലത്ത് തന്നെ പരീക്ഷയിൽ ജയിക്കണം എന്നുള്ള ആ ഒരു നിർദ്ദേശം കൊടുത്താലും മതി. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി എഫക്റ്റീവ് ആകുന്നത് ഞാൻ പരീക്ഷയിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ ആ ജയം കാണാനാവുന്നുണ്ട്. ജയിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജയത്തെ ദൂരെയാണ് കാണുന്നത്. അവിടെ നമുക്ക് ഒരു പരിപൂർണ വിശ്വാസം ഇല്ലാത്തതുപോലെയാണ്. അപ്പോൾ നമുക്ക് ജയിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതായിട്ട് തന്നെ നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഭാവനയിൽ കാണാനും കൂടിയാണ് ദൃശ്യവൽക്കരണം. ആ ദൃശ്യവൽക്കരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മളുടെ മാനസികാവസ്ഥ മാറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതിനും ഉള്ള ഒരു ഏറ്റവും മികച്ച ഘടകം ആ ദൃശ്യവൽക്കരണം തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ആ പരീക്ഷയിൽ വിജയിക്കുന്നുവെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അപ്പം നമുക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയമൊക്കെ നമുക്ക് എളുപ്പമുള്ളതായിട്ട് നമ്മൾ ഭാവനയിൽ കാണാം. നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ നമുക്കത് മനസ്സിലാകുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതൊക്കെ നമ്മൾ ആ ഒരു കണ്ണടച്ചിരുന്ന് വേണമെങ്കിൽ ഭാവന സിനിമ കാണുന്ന പോലെ തന്നെ കാണുക. ടീച്ചേഴ്സ് തന്നെ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെന്നെ അഭിനന്ദിക്കുന്നു, ഇങ്ങനെ നമുക്ക് കാണുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും നമ്മളെ അനുമോദിക്കുന്നു. കുഴപ്പമില്ല, നീ ആ വിഷയത്തിൽ നിന്ന് മിടുക്കനാണല്ലോ, അല്ല മിടുക്കിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അത് നമ്മുടെ പരീക്ഷയുടെ പേപ്പർ നമ്മുടെ കയ്യിൽ ചോദ്യപേപ്പർ കയ്യിലെത്തുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക, സന്തോഷത്തോടു കൂടി തന്നെ അനുഭവിക്കുക. ആ ചോദ്യങ്ങളെല്ലാം ഉത്തരങ്ങൾ എഴുതാനാവുന്നു, അതിന് നല്ല മാർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പർ ആവുന്നു. ഇങ്ങനെ ആ ടോപ്പർ ആകുമ്പോൾ നമ്മളെ അവർ അനുമോദിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, സിനിമ കാണുന്ന പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ദിവാസ്വപ്നം എന്ന് പറയുന്നത് പോലെ അങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമ്മളെ മനസ്സ് ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിന് ചില സമയങ്ങൾ ഉണ്ട്. ഏത് സമയത്തും കാണാം, പക്ഷേ കൂടുതൽ എഫക്റ്റീവായ ചില സമയങ്ങളുണ്ട്. അതായത് നമ്മൾ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സ് മയക്കത്തിലേക്ക് പോവുകയും ഉപബോധ മനസ്സ് ഉണരുകയുമാണ്. നമ്മൾ ഉറക്കത്തിൽ ഉപബോധ മനസ്സാണ് പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പം പണ്ട് പ്രായമുള്ളവർ പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് എടുക്കാമെന്നൊക്കെ. അതല്ല, അവർക്ക് പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശം അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ അവരാ പറയുന്നതും ഈ ഒരു പോയിൻ്റാണ് അതിനകത്ത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറയുമ്പോൾ നല്ല ചിന്ത മനസ്സിലേക്ക് കൊടുത്തിട്ടാണ് കിടക്കുന്നത്. അത് നമ്മുടെ പിന്നെ ഉറങ്ങുന്ന അവസ്ഥയിലുള്ള ഉപബോധ മനസ്സാണ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉപബോധ മനസ്സാണ് നല്ല ചിന്ത ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് അഫർമേഷനിലൂടെ കൊടുക്കാം, ദൃശ്യവൽക്കരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഇത് കൂടുതലായിട്ട് സ്വീകരിക്കുന്നു. ഉപബോധ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ബോധ മനസ്സ് കുറേ കൂടെ ചിന്തിക്കും. അപ്പോൾ പിന്നീട് മറ്റൊന്ന് ഈ രാവിലെ ഉണർന്നെണീക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോധ മനസ്സ് ഉണരുന്നതേ ഉള്ളൂ. ഉപബോധ മനസ്സാണ് അവിടെ ശക്തി ആർജിച്ചെടുക്കുക. ആ സമയത്ത് നമുക്ക് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ, അത് പണ്ട് ആൾക്കാർ പറയുമല്ലോ രാവിലെ എണീറ്റ് കഴിയുമ്പോഴും പ്രാർത്ഥിക്കുക, കിടക്കരുന്നുണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് ആ സമയത്ത് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കാം. നമുക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ രോഗഭീതി
രോഗം ഉള്ള ഒരാളാണെങ്കിൽ ആ രോഗം മാറി സൗഖ്യപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഭാവനയിൽ കാണാം. രോഗത്തെക്കുറിച്ചുള്ളത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ രോഗമില്ലാത്ത അവസ്ഥയാണ് കാണേണ്ടത്, അല്ലാതെ ആ രോഗത്തിൻ്റെ കാഠിന്യം കാണണ്ട. ഇപ്പം മുട്ടിന് വേദനയുണ്ട്, നമ്മളത് നന്നായിട്ട് നടക്കുന്നു, ഓടിപ്പാഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് ഭാവനയിൽ കാണാം. ആ മുട്ടുവേദനയുടെ കാര്യം അവിടെ മറന്നേക്കുക. അപ്പോൾ അതിൻ്റെ മറുവശത്ത് എന്താണോ സംഭവിക്കേണ്ടത് അത് നമ്മൾ കാണാനാവുകയാണെങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മളുടെ മനസ്സിന് സാധിക്കും. മാനിഫെസ്റ്റേഷൻ. യെസ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ സാറിൽ നിന്ന് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബെല്ലൊരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ സജീവ് പള്ളത്ത്. നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് സാറ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നടന്ന് അല്ലെങ്കിൽ ലഭിച്ച ഒരു സംഭവം എന്തായിരിക്കും? എങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും പറയാനായിട്ട്? കാണുന്നതെല്ലാം ഈ കിട്ടുന്നിരിക്കുന്ന നേട്ടങ്ങളെല്ലാം കാരണം ഇതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ റേഡിയോയിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഓരോ നേട്ടങ്ങൾ വരുമ്പോഴും FM റേഡിയോ എന്നുള്ളതല്ല, റേഡിയോയിൽ എന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. ഇപ്പം ആകാശവാണി ഇപ്പം അത്ര ജനപ്രിയമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിൽ പോലും പലപ്പോഴും എല്ലാ വീടുകളിലും രാവിലെ ആകാശവാണിക്ക് ഒരു സാന്നിധ്യമുണ്ട്. അപ്പം ആ ആകാശവാണിയിലൂടെ എത്രയോ ആൾക്കാരിലേക്ക് അങ്ങനെ എത്തുന്ന കാര്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഭാവനയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2ാമത്തെ റേഡിയോ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ തന്നെ കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ അവാർഡ് കിട്ടുന്നതും ഇപ്പം ഞാൻ ശരിക്കും അവാർഡ് കിട്ടുമ്പോൾ അടുത്തൊരു അവാർഡ് എനിക്കിനി വേണം, അതിനെന്താ, അപ്പം അങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും. അതുപോലെ എനിക്കൊരു ഓഡിയൻസ്, ഞാൻ അധ്യാപന രംഗത്തുനിന്ന് വിട്ടിട്ട് വളരെയേറെ കാലമായി. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇനിയും പഠിപ്പിക്കണം പിള്ളേരെ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാനുള്ള അവസരം, ഇപ്പോൾ പിള്ളേരെ മാത്രമല്ല മുതിർന്നവരെ യുവാക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള അവസരമാണ് എനിക്ക് ഇപ്പം ഈ ഒരു മൈൻഡ് കോച്ചിങ് ആ രംഗത്തൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഭാവനയിൽ കാണുന്നത് എല്ലാം തന്നെ വരും. അപ്പോൾ ഇനിയും ഉള്ള ഭാവന വേണ്ട, അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അത് മനസ്സിൽ സെറ്റായി കഴിഞ്ഞതിന് ശേഷം സാറ് സോഷ്യൽ മീഡിയ പേജിൽ ഒരു അടിക്കുറിപ്പോട് കൂടെ അത് ഇടണം കേട്ടോ. ഞങ്ങളും അത് കാത്തിരിക്കുകയാണ്. അത് സംഭവിക്കട്ടെ എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ സജീവ് പള്ളത്ത്. നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരുത്താം, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല നല്ല ചിന്താഗതികളല്ലേ, ഇപ്പം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന എക്സ്റ്റേണൽ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം സമാധാനം, സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. കാർ വേണം, വീട് വേണം, സാമ്പത്തികം വേണം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തേ പറ്റൂ, എങ്കിൽ നമുക്കത് ലഭ്യമാകും എന്നുള്ളത് പറഞ്ഞും തൻ്റെ അനുഭവം പങ്കുവെച്ചും ആണ് സജീവ് സാർ നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം, അറിയണം നമ്മുടെ സ്വന്തം ഇമ്മിണി ബെല്ലൊരാളിലൂടെ. ഇനി കുറച്ച് പാട്ടുകളിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തി, അതുപോലെ തന്നെ ചാമ്പ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയ വ്യക്തി, ഓറിയന്റ് വേൾഡ് റെക്കോർഡ്സ് നേടിയ വ്യക്തി, സഹാറ ബുക്ക് ഓഫ് സ്റ്റാർ റെക്കോർഡ്സ്, വേൾഡ് ബ്രില്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയ മേഖലകളിലെല്ലാം അല്ലെങ്കിൽ തുടങ്ങിയ റെക്കോർഡ്സുകളൊക്കെ നേടി ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. സാർ, ഇപ്പം സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സാറിൻ്റെ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പം ചോദിക്കാനായിട്ടുള്ളത് സാറിൻ്റെ ലൈഫ് റൂട്ടീനെ കുറിച്ചാണ്. ഇപ്പം സാറ് പറഞ്ഞു സാറ് രാവിലെ ഇന്ന സമയത്ത് ഓഫീസിൽ പോകുന്നു, അതിനുശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, വായിക്കുന്നു, പഠനങ്ങൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇപ്പം സ്വയമായിട്ട് മിനുസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഓർത്തെടുക്കുക. അങ്ങനെ സാറിൻ്റെതായിട്ടുള്ള ലൈഫിൽ സാറ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പേജെങ്കിലും ഞാൻ വായിക്കും എന്നുള്ളൊരു നിശ്ചയത്തിലാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം അത്രയും ആ ഒരു വായനയോട് ഒരു ടച്ച് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഡോക്ടർ സജീവ് പള്ളത്ത് ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമ്മൾ നിത്യവും പുസ്തകങ്ങൾ വായിക്കണം. എന്നുവെച്ചാൽ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള, കാരണം ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് തന്നെയാണ് വേണ്ടത്. കാരണം എത്രയൊക്കെയാണെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ അപ്ഡേഷൻ വേണം, വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നമ്മൾ കറൻറ്റായിട്ട് ഏതൊക്കെയാണോ ഈ മേഖലയിൽ കിട്ടുന്ന ബുക്കുകൾ എന്നുള്ളത് നോക്കിയിട്ട് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബുക്ക് വായന അത്ര
ഹൃദ്യമല്ല. പുസ്തകമായിട്ട് തന്നെ നമുക്ക് ആ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു ഗന്ധം, ആ പുസ്തകത്തെ ആളുകൾ മറിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഫീലും കൂടെ ചേർന്നാണ് നമ്മളുടെ മനസ്സിൽ ഈ വായന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ എപ്പോഴും പുതിയത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മളൊരു ദിവസം ഒരു 20-30 പേജെങ്കിലും നമ്മളത് വായിച്ചിരിക്കും. വായിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ അണ്ടർലൈൻ ചെയ്യും. കാരണം നമുക്ക് മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യും. പിന്നീട് ഒരു രണ്ടാമതൊരു വായനയ്ക്ക് ചിലപ്പോൾ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്കത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതില്ലാതെ പറ്റില്ല. കാരണം നമ്മൾ ആ മേഖലയിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ, ഏത് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ മേഖലയിലെ ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചേ തീരൂ. പിന്നെ ഇത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താനാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന് സമയം ഇല്ല എന്ന് പറയേണ്ടി വരികയില്ല. ഇങ്ങനെ ഇപ്പം ഞാൻ യാദൃശ്ചികമായിട്ടാണെങ്കിൽ ഒരു കാര്യങ്ങൾ പറയട്ടെ. ഞാനിപ്പം മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇത് നമ്മളെങ്ങനെ നേടുന്നു എന്നുള്ളത്, ഞാനൊരു കാലത്തൊരു പ്രസിദ്ധീകരണം നടത്തി, അത് നിലച്ചുപോയി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് പുനരാരംഭിക്കണം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം, മറ്റുള്ളവരുടെ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കണം. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹവും ഞാൻ ഈ കഴിഞ്ഞ മാസം സാധിച്ചു. മാഗ്നറ്റ് ബുക്സ് എന്ന പേരിൽ എൻ്റെ വൈഫിൻ്റെ ഒരു ഉടമസ്ഥയുടെ ഒരു ബുക്സ് തുടങ്ങി. ചെറുകിട പ്രസാധക സംഘമാണ്. എന്നുവെച്ചാൽ അതിൽ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, അവരുടെ കഥകൾ, കവിതകൾ, നോവലുകൾ, അല്ലെങ്കിൽ എങ്ങനെ എന്താണോ അവരുടെ രചന അത് പ്രസിദ്ധീകരിക്കുക. അത് ഏതായാലും സാധിച്ചു. ഇനിയിപ്പോൾ അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ 3-4 പുസ്തകങ്ങൾ കൂടെ അതിലിറക്കാനാവും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തൊക്കെ തീരുമാനിക്കുന്നോ അതിലേക്കെത്താനായിട്ട് പറ്റും. അത് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ്, എൻ്റെ ജീവിതത്തിലെ ഉദാഹരണങ്ങളിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള, ഞാൻ വലിയൊരു നേട്ടം ഉള്ള ഒരു വ്യക്തി എന്നുള്ളതല്ല, ഞാൻ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നേടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. അപ്പം എന്തായാലും സാറിൻ്റെ ലൈഫിൽ സാറ് ഫോളോ ചെയ്യുന്നത് വായിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ആ ഒരു ഡെയിലി ലൈഫ് റുട്ടീനിൽ പ്രധാനമായിട്ടും സാറ് മിസ് ചെയ്യാത്തത്, സാറിൻ്റെ ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് സാറിപ്പം ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തായാലും നമ്മൾ പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം പാട്ടുകൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. നമ്മുടെ കോട്ടയംകാരനായ സാറിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഹിപ്നോട്ടിസം, മെന്റലിസം തുടങ്ങിയ മേഖലകളിൽ റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്നു, നമ്മുടെ പോളിടെക്നിക് കോളേജിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പല പല മേഖലകളിൽ തൻ്റെ സാന്നിധ്യം സീൽ ചെയ്യിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. സാർ, ഇനിയിപ്പം പറയാനായിട്ടുള്ളത് ഇപ്പം മെന്റലിസം, ഹിപ്നോട്ടിസം ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ചോദ്യങ്ങളൊന്നും തിരിയുവാണെങ്കിൽ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മെന്റലിസ്റ്റുകളെ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഹിപ്നോട്ടിസത്തിലൂടെ മരിച്ചുപോയ വ്യക്തികളെ കാണിക്കുന്നു തുടങ്ങിയ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നുണ്ട്. ഇപ്പം മരിച്ചുപോയ വ്യക്തികളെ കാണുന്നതിനുള്ള ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പല 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 കാഴ്ചകൾ കാണുന്നുണ്ട്. സോ ഒരു സാധാരണക്കാരെന്ന നിലയിൽ, കാഴ്ചക്കാരെന്ന നിലയിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, അയ്യോ ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പം എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? നമ്മൾ കാഴ്ചക്കാര് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ചക്കാരിത് ഒരു കലാരൂപം എന്ന നിലയിലേക്കാണെങ്കിൽ പ്രശ്നമില്ല. ശരിക്കും ഇത് കഴിഞ്ഞാൽ പെർഫോമിംഗ് ആർട്ടാണ്. ഇപ്പോൾ ഈ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം നമ്മൾ ഒരു മാജിക്ക് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു, അത് നമ്മളെ എൻജോയ് ചെയ്യുന്നു. അതേ മാനസികാവസ്ഥ തന്നെ ആവണം ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഷോകൾ കാണുമ്പോൾ, മെന്റലിസം ഷോ കാണുമ്പോൾ. അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ ത്രില്ലായിട്ട് പോകും. അപ്പോൾ നമ്മൾ മാജിക്കിൻ്റെ ഒരു രസം പോകുന്നത് അത് റിവീൽ ചെയ്യപ്പെടുമ്പോഴാണ്. റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് രസമില്ല, നമുക്ക് ആ അത്ഭുതം നഷ്ടപ്പെട്ടു. ഇപ്പം മെന്റലിസം എന്ന് പറയുമ്പോഴും പലപ്പോഴും സൈക്കോളജി ബേസ്ഡ് ആയ ചില ട്രിക്കുകളാണ്. അപ്പം മനഃശാസ്ത്രപരമായ ചില വഴികളിലൂടെ ആണ് ഈ മനസ്സ് വായിക്കൽ എന്ന ഒരു കല നിർവഹിക്കുന്നത്. അവിടെ ചിലപ്പോൾ ചില ട്രിക്കുകൾ ഉപയോഗിക്കാം, ടൂളുകൾ ഉപയോഗിക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ മനഃശാസ്ത്രപരമായ രീതിയിൽ ആണ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും അമ്പരപ്പിക്കുന്ന കലയായിരുന്ന മാജിക് ഷോ അതിന്നില്ല. അപ്പോൾ അതിലെ പല ടൂളുകളും കൂടി ഇപ്പം മെന്റലിസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തനതായ ഒരു രൂപമല്ല മെന്റലിസത്തിനുള്ളത്, മാജിക്കുമായിട്ട് മിക്സ് ചെയ്ത ഒരു രൂപം തന്നെയാണ്. അത് ശരിക്കും നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇതൊരു ഒരു അത്ഭുതമായിട്ട് അവകാശപ്പെട്ട്, അല്ലെങ്കിൽ ഇതിലൊരു ദിവ്യാത്ഭുതം അവകാശപ്പെട്ട് വരുന്നവരെ നമ്മൾ തള്ളിക്കളയുക.
പക്ഷേ ഇത് അങ്ങനെ കാണണ്ട. ഇത് ശരിക്കും നമ്മൾ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു കലയായിട്ട് തന്നെ കാണുക. ഇപ്പം നിരന്തര പരിശീലനം വേണം ഈ ഒരു മെൻ്റലിസം ഷോ ചെയ്യണമെങ്കിൽ, അത്ര ആ രീതിയിൽ തന്നെ കാണുക. അതിനല്ല ഇതിപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റൊരാൾക്കും പരിശീലനത്തിലൂടെ ഇത് ചെയ്യാനാവും. അപ്പം അതല്ലാതെ ആ ആൾക്കൊരു ദിവ്യത്വമുണ്ടെന്ന് നമ്മൾ കൽപ്പിച്ചു കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കുക. ഇപ്പം നമ്മളിത് ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ അപൂർവം ആൾക്കാരെങ്കിലും ഇത് ഒരു അത്ഭുതകരമായ സിദ്ധിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അതിന് കാരണമുണ്ട്. ചില സിനിമകളിലെ ഈ മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അതിമാനുഷ്യൻ ആണെന്നുള്ളൊരു സൂപ്പർ നാച്ചുറൽ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ധാരണകളിലൂടെയാണ് ആൾക്കാർ ഇത് വിലയിരുത്തുന്നത്. ഇപ്പം പരിശീലനം എന്ന് പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലത് നമ്മൾ ചിലപ്പം മാസങ്ങളോളം പരിശീലിച്ചാലാവും ചിലത് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഈ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ആ ഒരു നിശ്ചിത സമയത്തെ നമ്മളുണ്ടായിരുന്നൊരു കോൺവെർസേഷനിലൂടെയാണത് മനസ്സ് വായിക്കൽ എന്ന പ്രക്രിയ നടത്തുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരാൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ പുറത്ത് മറ്റാരും അറിയാൻ ഇട കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാരെ കൊണ്ടും പുറത്തെടുക്കാനാവില്ല. ഹിപ്നോട്ടിസത്തിൽ പോലും അത് സാധ്യമല്ല. കാരണം ഹിപ്നോസിസ് അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കൊരു കേസ് തെളിയിക്കാൻ ഹിപ്നോസിസ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ അത് നടക്കുന്നില്ലല്ലോ. കാരണം അത് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. അല്ലാതെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഒരു പ്രതിയിൽ നിന്നും നമുക്ക് ഒരു കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കാനൊന്നും ആവില്ല. കാരണം അയാൾ പറയരുത് എന്ന് മനസ്സിൽ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അത് ഏതെല്ലാം തരത്തിൽ നമ്മൾ അയാളെ വിധേയനാക്കിയാലും ഹിപ്നോസിസിന് വിധേയനാക്കിയാലും അയാളിൽ നിന്ന് നമുക്കത് ചോർത്തിയെടുക്കാനാവത്തില്ല. ഹിപ്നോസിസ് വിജയിക്കുന്നത് അതിന് വിധേയനാവുന്ന ആ വ്യക്തി കൂടി നമ്മളോട് സഹകരിക്കുമ്പോഴാണ്. അയാൾ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ ഹിപ്നോസിസിന് വിധേയനാവുകയാവാൻ സമ്മതനാണ് എന്ന് അയാൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അയാൾ വിജയിപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിപ്നോട്ടിസം ഒരു സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ഒരു 50% പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആളിനെ നമ്മൾ ആദ്യമേ തന്നെ അയാളെ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമുക്ക് പറ്റിയ ഒരു സബ്ജക്റ്റാണോ. കാരണം ചിലരെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി പോലും നമ്മൾ മനഃശാസ്ത്ര ചികിത്സയ്ക്ക് ചെയ്യുമ്പോൾ പോലും ചിലരെ ഹിപ്നോട്ടിസിന് വിധേയരാക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സ് മനഃപൂർവ്വം വെല്ലുവിളിക്കുന്നതാവണമെന്നില്ല. അത് അവരുടെ ഒരു പ്രത്യേകതയാവും. അത് അവരെ ശാരീരികമായും മാനസികമായിട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ നിർദ്ദേശങ്ങൾ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് ഒരാളെ ഹിപ്നോസിസിന് വിധേയനാക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരാജയപ്പെടും. അവിടെ തന്നെ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പം മറ്റൊരു സബ്ജക്റ്റിനെ തേടും. അപ്പം അന്ന് മുൻകൂട്ടി തന്നെ പറയും. അത് ആരെങ്കിലും ഒരു അവഹേളനമായിട്ട് തോന്നരുത്. നമുക്ക് പറ്റിയൊരു ക്ലയൻ്റ് അല്ല എങ്കിൽ ആളിനെ മടക്കി വിട്ട് നമ്മൾ പകരം ഒരാളെ സെലക്ട് ചെയ്യും എന്ന് തന്നെ പറയും. ഇപ്പം നമ്മൾ മരിച്ചുപോയ ഒരാളെ കാഴ്ചയ്ക്ക് അനുഭവവേദ്യമാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഹിപ്നോട്ടിസത്തിലും റീൽസും ഒക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അത് സാധ്യമാണ്. അത് ശരിക്കും നമ്മൾ കാണുന്ന ആ ഒരു നിമിഷ നേരത്തെ ഹിപ്നോസിസ് കൊണ്ടല്ല, അത് നമ്മൾ ഡീപ്പ് ഹിപ്നോസിസിലൂടെ തന്നെയാണ് അത് കാണുന്നത്. നമ്മൾ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും എഡിറ്റഡാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് രാശാസ്യമായ രീതിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം മരിച്ചു പോയ ഒരാളിനെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാൾ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ അയാളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഇപ്പം ഭാര്യ മരിച്ചോളാണ് ഭാര്യ, അല്ല ഭർത്താവ് മരിച്ചോളാണ് ഭർത്താവ്, ഇങ്ങനെയൊക്കെ ആവും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആളിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ മുമ്പിൽ മറ്റൊരാളെ കൂടെ നിർത്തിക്കൊണ്ടാണ്. ആ ആളിനെയാണ് ഇയാളായിട്ട് സങ്കല്പിക്കുന്നത്. ഒരു ഹിപ്നോസിസ് അവസ്ഥയിൽ ഇയാൾ കണ്ണു തുറന്നു കഴിയുമ്പോൾ മരിച്ചുപോയ ബന്ധുവാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലുള്ള മാനസിക പ്രകടനങ്ങളാവും അവിടെ പിന്നെ നടക്കുക. ഇത് ചിലപ്പോൾ ഇപ്പോൾ ഒരാളുടെ മരണത്തിലൂടെ അയാൾ അന്ന് വളരെ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട്, ഒരു ഡിപ്രസ്ഡ് മൂഡിലായിട്ടുണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ അതിവിടെ റീക്രിയേറ്റ് ചെയ്യുന്നു. ആ റീക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ അതിൽ നിന്ന് പിന്നെ മോചിതനാകണമെങ്കിൽ സമയമെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം പിന്നെ അയാളൊരു മൂടവിട്ടിൽ തുടരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഈ ഷോകളിൽ നിന്ന് ചെയ്യുന്നത് ആശാസ്യമല്ല. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ വേണമെങ്കിൽ നമുക്ക് മുമ്പിൽ എത്തിക്കുന്നതായിട്ട് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മരിച്ചുപോയ ഒരാളിനെ കാണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇമോഷണലായിട്ടുള്ള ഒത്തിരി സീൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ഇമോഷണലായിട്ടത് ബാധിക്കുന്നുണ്ട്. മനസ്സിനെ ചിലപ്പം ബാധിച്ചേക്കാം. അത് ഒരു ഡിപ്രസ്ഡ് മൂഡ് അയാളെ നിലനിർത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കുന്നതാവും എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഈ ഹിപ്നോട്ടിസത്തിൻ്റെ പേരിൽ നമ്മളുടെ ശാരീരിക ക്ഷതമേൽക്കാനിടയുള്ള ചില പരീക്ഷണങ്ങൾ പോലും പലപ്പോഴും ഈ റീൽസിലൊക്കെ വേദികളിലൊക്കെ കാണുന്നുണ്ട്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം അയാളുടെ ശരീരം ഒരു മരം പോലെ ആകുന്നു, പിന്നെ അയാളുടെ ദേഹത്തേക്ക് കയറി നിൽക്കുന്നു.
ഇതൊക്കെ നമ്മൾ എത്ര ചെയ്താലും നമ്മളുടെ ശരീരത്തിനുള്ളിൽ പല അവയവങ്ങളുണ്ടെന്ന് ഓർക്കുക. അതിലൊക്കെ ക്ഷതം സംഭവിക്കാം, നമ്മളുടെ മർമ്മങ്ങളിലൊക്കെ ക്ഷതം സംഭവിക്കാം. ഇതൊന്നും പരിഗണിക്കുക, ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെയാണ് പലരും ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം സാഹസങ്ങൾ കാണിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തോളൂ എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സാർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മെൻ്റലിസം ആണെങ്കിലും മറ്റത് ആണെങ്കിലും തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് ഇതിനെ കാണുക, ഒരു കലാരൂപമായിട്ട് നമുക്ക് കാഴ്ചക്കാർക്ക് ഇത് കാണാവുന്നതാണ്. അപ്പം സാർ ആദ്യമേ പറഞ്ഞതുണ്ട്, ഇപ്പം ഇതിൻ്റെ ഒരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുന്നതിനുള്ള ഒരു ത്രില്ല് അങ്ങ് പോയി കിട്ടും. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ എന്നുള്ളൊരു വാശിയും പിടിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം നമുക്കത് എൻജോയ് ചെയ്യുക, നമ്മുടെ മുന്നിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഈ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെല്ലറലാണ്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബെല്ലറാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. സാറ് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം ചാമ്പ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ഓറിയന്റ് വേൾഡ് റെക്കോർഡ്സ്, സഹാര ബുക്ക് ഓഫ് സ്റ്റാർ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഐക്കൺ അവാർഡ് ആൻഡ് നേഷൻ പ്രൈഡ് അവാർഡ്, ഏഷ്യ ടാലന്റ് അവാർഡ്, അടൽ ഭാരത് അവാർഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട് അവാർഡുകൾ നമ്മുടെ കൈകളിൽ വിരലുകളിൽ എണ്ണിയാൽ കൂടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത തരത്തിലുള്ള അവാർഡ് ജേതാവാണ് നമ്മുടെ കൂടെ ഇന്നുള്ള ഡോക്ടർ സജീവ് പള്ളത്ത്. സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയാണ്. സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇനി അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ ഇപ്പം സാറ് പല കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ട് സാറ് നമുക്ക് ബന്ധപ്പെടാറുണ്ട്. ലൈക്ക് ഇപ്പം സാർ ഒരു ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അധ്യാപന മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രായഭേദമന്യേ പലരുമായിട്ട് സാറ് മൈൻഡ് കോച്ചിന് പോകുന്നുണ്ട്, മോട്ടിവേറ്റർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു റിസൾട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഒരു 90s കിഡ്സ്, അതുപോലെ തന്നെ 2K കിഡ്സ്, ജെൻസി കിഡ്സ്, ഇങ്ങനെ ജനറേഷൻ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സാറ് എല്ലാ ജനറേഷനിലുള്ള ആളുകളുമായിട്ട് സാറ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം 90s കിഡ്സ് പറയുന്നു 2K കിഡ്സിന് ആ ഒരു മോറൽ വാല്യൂസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. 2K കിഡ്സ് 90സിനെ കളിയാക്കുന്നു, നിങ്ങൾ ഭയങ്കര തന്ത വൈബാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മോറൽ വാല്യൂസ് നഷ്ടപ്പെട്ടു എന്ന് പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യ മനസ്സിനെ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? മോറൽ വാല്യൂസ് ഇന്നത്തെ കാലത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ 90s കിഡ് തന്ത വൈബായോ എന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്, ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ കാലത്തും അതിന് നിർവചനം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ മോശം കാര്യം എന്ന് ഗണിച്ചിരുന്ന പലതും ഇന്നത്തെ കാലത്തത് സാമാന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ധാർമ്മികത എന്ന് പറയുന്നതിന് അപ്പുറം നമ്മുടെ മനസ്സിന് കുറ്റബോധം തോന്നാത്ത രീതിയിൽ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്ത വൈബ്, തള്ള വൈബ്, അങ്ങനെയുള്ള പല പ്രയോഗങ്ങളും വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾക്കിത് ഈ വൈബ് എന്ന് വിളിച്ച് നമ്മൾ ആക്ഷേപിക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 90സിനെ തന്ത വൈബ് എന്നുള്ള പറയുന്നവർ അവർ നാളെ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോഴേക്ക് അന്നത്തെ തലമുറ, അന്നത്തെ പുതിയ തലമുറ അവരെ കാണുന്നത് ഇങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ ചില ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാത് കുത്തുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇതിൻ്റെ തുടക്കത്തിൽ ഇതൊരു വൃത്തികേടായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു അരുതായികയാണ് എന്ന രീതിയിൽ ആണുങ്ങൾ കാത് കുത്തും. ഇന്നിപ്പോൾ അന്ന് അങ്ങനെ കരുതിയിരുന്ന ആ തലമുറ, അതായത് ഒരു 40-50 വയസ്സുള്ളവർ ഇന്ന് ഈ ചെറുപ്പക്കാരെ അനുകരിച്ച് തന്നെ ഒറ്റക്കാത് കുത്തുക. ഇപ്പം അത് മാറിയിട്ട് ഇപ്പം യുവാക്കളത് മൂക്കുത്തിയിടുന്നതിലേക്ക് വരെ, ആണുങ്ങൾ മൂക്കുത്തിയിടുന്നതിലേക്ക് വരെ വന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ പറയുന്നത് പണ്ട് കാലത്തെ കാരണവന്മാർ 2 കാതിലും കടുക്കൻ ഇട്ടിരുന്നു. അപ്പം അത് അന്നത് വൃത്തികേടല്ല. പിന്നീട് ഇപ്പം ഇത് വരുമ്പോൾ എങ്ങനെ വൃത്തികേടാകുന്നു? ഇത് എങ്ങനെയാണല്ലോ ഈ ഒരു ക്ലാഷ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ വിട്ടേക്കുക, അതെങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിന് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളെ അത് നീറിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെ അത് നീട്ടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നീറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ മൊത്തം അത് ബാധിക്കും. അപ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ചെയ്യുക, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിട്ടേക്കുക. കാരണം നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ
നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മളതിനകത്ത് വെറുതെ ഇടപെട്ട് നമ്മളുടെ സമയവും നമ്മളുടെ മനസ്സും നശിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് ചെയ്യേണ്ട ബാധ്യതയുള്ളവർ ചെയ്യട്ടെ എന്ന് കരുതി അങ്ങ് ഒഴിവാകാന്നുള്ളൂ, ആശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും സാറ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ മനുഷ്യ മനസാക്ഷി അല്ലെ, ഓരോരുത്തരുടെയും ആ ഒരു കുറ്റബോധം വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും ഇനി സാറിന്റെ കുടുംബത്തെക്കുറിച്ചും മോനെക്കുറിച്ചും മോളെക്കുറിച്ചും ഭാര്യനെക്കുറിച്ചും ഒക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സാറ് കോട്ടയംകാരനാണ്, കോട്ടയത്ത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളത്ത്. ഹിപ്നോട്ടിസ്റ്റ് മേഖലയിലായിക്കോട്ടെ, മെന്റലിസ്റ്റ് മേഖലയിലായിക്കോട്ടെ, ജേർണലിസ്റ്റ് മേഖലയിലായിക്കോട്ടെ തുടങ്ങിയ മേഖലകളിലെല്ലാം തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ ഒരു മേഖലകളിലെല്ലാം ഒരു പ്രൊഫഷണൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ സജീവ് സാറ്. സാർ, ചോദിക്കാനായിട്ടുള്ള ഒരു അടുത്ത കാര്യം, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സാറിന്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ഒരു സപ്പോർട്ട്. ഇപ്പം നമുക്ക് അച്യുതിനെ കുറിച്ച് നമ്മൾ കേട്ടു, അച്യുതും സാറും കൂടെ ചേർന്നൊരു റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഭാര്യ, മറ്റ് വീട്ടിലുള്ള അംഗങ്ങൾ, അവരുടെ ഒരു സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്താണ് എൻ്റെ സ്ഥലം. എലിക്കുളം പഞ്ചായത്തിൽ ഉരുളികുന്നം എന്ന ഗ്രാമമാണ് എൻ്റെ ദേശം. ഈ പള്ളത്ത് എന്നുള്ളത് ശരിക്കും എൻ്റെ വീട്ടുപേരാണ്. എൻ്റെ വൈഫ് ധന്യാജി നായർ വീട്ടമ്മയാണ്. മോള് അനഹാസ് നായർ, മോള് ഇപ്പം MA ഇംഗ്ലീഷ് 1ാം വർഷം പാലാ സെന്റ് തോമസ് കോളേജിൽ 1ാം വർഷ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 2ാം വർഷത്തേക്ക് കിടക്കുന്നു. മോൻ അച്യുതസ് നായർ 10ാം ക്ലാസ്സിലായിരുന്നു. അരവിന്ദ വിദ്യാമന്ദിരം പള്ളിക്കത്തോടായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പം 10 കഴിഞ്ഞ് ഇനിയിപ്പം +1 പ്രവേശനത്തിന് കാത്തിരിക്കുന്നു. അപ്പം മോനാണ് ഈ ഒരു മെൻ്റലിസത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ കൂട്ടിയിരുന്നത്. അത് പിന്നീട് ഇപ്പം 10ാം ക്ലാസ് പഠനമായതുകൊണ്ട് പിന്നീട് ആരും അങ്ങനത്തെ ആക്റ്റീവായിട്ട് തുടർന്നില്ല. ഇപ്പം കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഫീൽഡിലേക്ക്, കാരണം ഓരോരുത്തർക്കും കുട്ടികൾക്കാകുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പുള്ളി ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ്, അതായത് ചിത്രം വരയ്ക്കുന്നു. അപ്പം മോളാണെങ്കിലും ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, മോനും ചിത്രം വരയ്ക്കുന്നു, പിന്നെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇനി ഈ മെൻ്റലിസം അല്ലെ ഹിപ്നോട്ടിസവും സ്വന്തം പാതയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അപ്രകാരം തുടരാം. അപ്പം അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം, കാരണം അത് പഠനത്തിൽ ആണിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമല്ല. പിന്നെ ഇതൊരു വരുമാനമല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പം വരുമാനം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞാനേക്കാൾ കൂടുതൽ സംതൃപ്തിയാണ്. ഞാനിപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് മെൻ്റലിസം, ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മൈൻഡ് വോയ്സ് എന്ന് പറയുമ്പം ഇതിന് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് എന്നെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്തുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അടിപൊളി. ഓക്കെ. അപ്പോൾ എന്തായാലും സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചും അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു പറഞ്ഞു. എന്തായാലും ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി വെള്ളരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സജീവ് പള്ളാത്ത് അല്ലേ? ഞാൻ ഇത്ര നേരം സാറ് സജീവ് പള്ളത്ത് എന്നാണ് പള്ളത്തന്നല്ലേ സാർ മുമ്പേ പറഞ്ഞപ്പം പള്ളാത്ത് എന്ന് പറയുമ്പോൾ ഞാനൊരു കൺഫ്യൂഷൻ ആയി. അയ്യോ, ഇനിയിപ്പോ പള്ളാത്താണോ? ഓക്കെ. അപ്പൊ എന്തായാലും സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് വൈഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹിപ്നോട്ടിസം ആൻഡ് മെന്റലിസത്തിൽ. അതുപോലെ തന്നെ ഗ്ലോബൽ ഐക്കൺ അവാർഡ് ആൻഡ് നേഷൻ പ്രൈഡ് അവാർഡ്, അടൽ ഭാരത് അവാർഡ്, APJ അബ്ദുൽ കലാം ഭാരതീയ രത്ന സമ്മാൻ, ഐക്കൺ ഓഫ് ഇന്ത്യ അവാർഡ്, ഇന്റർനാഷണൽ പ്രസ്റ്റീജിയസ് അവാർഡ്, നാഷണൽ ആർട്സ് അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ്സ് നേടി. ഇപ്പം ഞാൻ പറഞ്ഞതല്ല, ഇതിൽ കൂടുതൽ അവാർഡ്സ് സാറ് നേടിയിട്ടുണ്ട്. എന്നാലും സാറിൻ്റെ ഒരുപാട് വാക്കുകൾ നമ്മുടെ മനുഷ്യ മനസ്സിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നിലനിർത്താം, എങ്ങനെ അഫർമേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ വാക്കുകളിൽ അതെങ്ങനെ കൊണ്ടുവരുത്താം തുടങ്ങിയ കാര്യങ്ങൾ സാറ് പറഞ്ഞു. സാറിൻ്റെ ആ ഒരു ജീവിതശൈലി എങ്ങനെയാണെന്ന് പറഞ്ഞു. സാറ് ഒഴിവുവേളകളിൽ എങ്ങനെയാണ് സാറ് ആനന്ദകരമാക്കുന്നത്, വായനയിലൂടെയും പഠനത്തിലൂടെയും ആനന്ദകരമാക്കുന്നു തുടങ്ങി ഒരുപാട്. ഇപ്പം എന്താ പറയുക, നമുക്കൊരു ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത കാര്യം പഠിക്കാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ സാറിൻ്റെ ഓരോ വാക്കുകളിലൂടെ നമുക്ക് നൽകി. സാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് എന്താണ് സാറിന് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? നമ്മളെപ്പോഴും നമ്മളുടെ ശരീരം ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന്, നമ്മളെ ശരീര സംരക്ഷണത്തിൽ കുറേയൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം എപ്പോഴും നമ്മളുടെ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാനാണ് പൊതുവെ മനുഷ്യരുടെ ഒരു ടെൻഡൻസി. അതായത് നെഗറ്റീവായ കാര്യങ്ങൾ കാണുക, കേൾക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക.
നമ്മൾ ആ പറയുന്ന നമ്മളുടെ ഓരോ വാചകത്തിൽ പോലും നമ്മളൊന്ന് എഴുതി വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നോക്കുക എത്രമാത്രം നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ സംസാരത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ നെഗറ്റീവ് വാക്കുകൾ ഓരോന്നും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ നമ്മളൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ശ്രമിക്കുക. ആ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലും പോസിറ്റിവിറ്റി ആകും, നമ്മളെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരിലേക്ക് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി പകരാനാകും. അപ്പം അങ്ങനെ നമ്മളുടെ സമൂഹത്തിലൊരു പരിവർത്തനത്തിന് ശ്രമിക്കുക. നമ്മളിലൂടെ ആവട്ടെ സമൂഹത്തിൻ്റെ പരിവർത്തനമെന്ന് കരുതുക. നമ്മളാദ്യം സ്വയം നന്നാവുക, നമ്മളുടെ മനസ്സ് നന്നാവുക, നമ്മളുടെ ആരോഗ്യം നന്നാവുക. നന്നാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ പോസിറ്റിവിറ്റി നമ്മളുടെ തൊട്ടടുത്തുള്ള ആളിലേക്ക് പകരാൻ നമുക്കാവും. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ മാറ്റം വരുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ സാർ, അപ്പം എന്തായാലും സാറിൻ്റെ മോട്ടോ പോലെ തന്നെ ടീച്ച് ദ മൈൻഡ് അല്ലേ, നമുക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കാനായിട്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട്, ആ ഒരു മനസ്സിനെ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇമ്മിണി ബെല്ലൊരാൾ ഇവിടെ അവസാനിക്കുകയാണ്. സാർ, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ ഇപ്പം ലൈഫ് എങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളും ആ ഒരു പോസിറ്റിവിറ്റി, ഇപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് കേൾപ്പിച്ചു തന്നതിനും എല്ലാം ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോ. താങ്ക് യു പ്രിയ ശ്രോതാക്കളെ. 89.6 FM സർഗക്ഷേത്ര.